വിപണിയിൽ 5 കോടി രൂപയോളം വില വരുന്ന 4.5 ടൺ രക്തചന്ദനവുമായി തിരുപ്പതിയിൽ 3 അംഗ സംഘം പിടിയിലായിരിക്കുകയാണ്. അന്തർ സംസ്ഥാന ചന്ദനക്കടത്ത് സംഘമാണ് ആന്ധ്ര പോലീസിന്റെ പിടിയിലായത്. രഹസ്യ ഗോഡൌണുകളിലും ട്രക്കുകളിലുമായി 4.5 ടൺ രക്തചന്ദനമാണ് സൂക്ഷിച്ചിരുന്നത്. IP നദീർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. വിനിത, അന്തർ സംസ്ഥാന ബന്ധമുള്ള ചന്ദനക്കടത്ത് റാക്കറ്റാണ് പിടിയിലായിരിക്കുന്നത്. ആന്ധ്ര പോലീസിന്റെ പ്രത്യേക വിഭാഗമാണ്, ദൗത്യസേനയാണ് ഇവരെ പിടിച്ചിരിക്കുന്നത്. അതായത് ഗുജറാത്തും ആന്ധ്രയുമായി ബന്ധപ്പെട്ട് 2 സംസ്ഥാനങ്ങൾക്കിടയിൽ ചന്ദനക്കള്ളക്കടത്ത് നടത്തിക്കൊണ്ടു പോന്നിരുന്ന സംഘത്തെയാണ് ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പ്രത്യേക ദൗത്യ സംഘം പിടികൂടിയിരിക്കുന്നത്. ഏകദേശം 4.5 ടൺ രക്തചന്ദനം ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. തിരുപ്പതിയിലും ഗുജറാത്തിലുമായി സൂക്ഷിച്ചിരുന്ന വിവിധ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന ട്രക്കുകളിൽ സൂക്ഷിച്ചിരുന്ന രക്തചന്ദനമാണ് പിടികൂടിയിരിക്കുന്നത് എന്നാണ് ആന്ധ്ര പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരാകട്ടെ ഈ ഇരു സംസ്ഥാനങ്ങൾക്കിടയിൽ ചന്ദന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കുറേ കാലമായി പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ആളുകളാണ് അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരം. ഇവരെ വലവീശി പിടിക്കുന്നതിനായി ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു എന്ന് പോലീസ് പറയുകയുണ്ടായി. വളരെ നാളായി ഇവരെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. കാരണം ഈ ഇരു സംസ്ഥാനങ്ങൾക്കിടയിൽ നിരവധി തവണ ഇതുപോലെ ചന്ദന കള്ളക്കടത്ത്, അതായത് പ്രത്യേകിച്ച് രക്തചന്ദനം നല്ല വിലപിടിപ്പുള്ള സാധനമാണ്. ഇപ്പോൾ തന്നെ പിടികൂടിയ ഈ രക്തചന്ദനത്തിന് 5 കോടിയോളം വില വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്ത് സംഘങ്ങൾ നിരവധി ഈ ഇരു സംസ്ഥാനങ്ങൾക്കിടയിലും പ്രവർത്തിക്കുന്നതായുള്ള വിവരം നേരത്തെ തന്നെ ആന്ധ്ര സർക്കാരിനും ആന്ധ്ര ആഭ്യന്തര വകുപ്പിനും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നായിരുന്നു അവർ ഒരു ദൗത്യ സംഘത്തെ രൂപീകരിച്ചത്. അവർ നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇവരെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി ചന്ദനത്തടികൾ, അതായത് രക്തചന്ദനത്തടികൾ ഇതാണ് പിടികൂടിയിരിക്കുന്നത്. അവരുടെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന തിരുപ്പതിയിലും അതുപോലെ തന്നെ ഗുജറാത്തിലുമുള്ള ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന ഈ ചന്ദനത്തടികളാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന് നമ്പറുകളൊക്കെ ഇട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇനിയും ഈ സംഘാംഗങ്ങൾ അവിടെ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം ആന്ധ്ര പോലീസിനുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുക തന്നെ ചെയ്യുമെന്നാണ് ആന്ധ്ര പോലീസ് അറിയിച്ചിരിക്കുന്നത്.